നമ്മൾ ശരീരമാകുന്ന മെഴുകുതിരിയിൽ വിശ്വാസവും ദീപം കത്തിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക. നമ്മൾ ചിന്തിക്കും, ഈ ചെറിയ മെഴുകുതിരിയുടെ വെട്ടത്തിൽ ഈ വലിയ അന്ധകാരത്തെ എങ്ങനെ താണ്ടാൻ പറ്റുമോ? നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ആ പ്രകാശം അനുസരിച്ച് മുന്നോട്ട് വരും. ആ പ്രകാശം മറ്റുള്ളവർ നമ്മുടെ അവിടെ നടക്കാൻ സാധിക്കും. ആ ആത്മവിശ്വാസത്തോടു കൂടിയ പ്രയത്നമാണ് നമുക്ക് വേണ്ടത്. ആ ദിശയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം അനുഭവിച്ചറിയാനും നമുക്ക് സാധിക്കും. ഈശ്വരബ്രഹ്മത്തിൻ്റെ പ്രകാശം മനസ്സിൽ നിറഞ്ഞാൽ നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങളും നമുക്ക് സന്തോഷം നൽകുന്നതായിത്തീരും. ജയം മാത്രമല്ല, പരാജയം നമുക്ക് ആഘോഷമാക്കാൻ കഴിയും. ഒരു ഒളിമ്പിക്സിന് അവസാനത്തെ മത്സരമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്. ഓടുമ്പം എത്യോപ്യയിലുള്ള ഒരാൾ മറിഞ്ഞു വീണ് തലയും പൊട്ടി, കാലും പൊട്ടി, രക്തത്തിലായി. മറ്റവരെല്ലാം റേസ് ഓടി അവിടെ എത്തി. മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഓടിച്ചെന്ന് കയറി. എന്താണ് നിങ്ങൾ ഇങ്ങനെ, എന്തായാലും നിങ്ങൾ വിജയിക്കത്തില്ലെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാ ഇത്രയും തലയും ദേഹവും പൊട്ടി ചോര ഒലിപ്പിച്ചുകൊണ്ട് നിങ്ങളിവിടെ എത്തി വന്നിരിക്കുന്നത്? നിങ്ങൾ ജയിക്കത്തില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ പറഞ്ഞ്, എൻ്റെ രാജ്യം എന്നെ അയച്ചിരിക്കുന്നത് മത്സരം തുടങ്ങി വയ്ക്കാൻ മാത്രമല്ല, അത് പൂർത്തീകരിക്കാൻ കൂടിയാണ്. അപ്പോൾ അതാണ് വിജയിച്ച ആൾക്കാരെക്കാളും കീർത്തിയായത്. കാരണം തൻ്റെ തല പൊട്ടിയിട്ടും കാലൊടിഞ്ഞിട്ടും ഏന്തി 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 നടന്ന് ചോരയെ കുളിച്ച് ജയിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം അവിടെ ഓടി എത്തി. പത്രക്കാർ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ നമ്മളിൽ പരാജയങ്ങളുണ്ടാകാം, തളരരുത്. നമ്മൾ ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പോകണം. ഒടിഞ്ഞ കാലം കൊണ്ട് ഓടണമെന്നല്ല ആ സംഭവം പറയുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് തളരാൻ പാടില്ല എന്നുള്ളതാണ്. അനിശ്ചിതമായിട്ടും പല സാഹചര്യങ്ങളുണ്ടാകും, നമുക്ക് തളരാതെ മുന്നിട്ടേ ആ ഒരു ഭാവം നമുക്കുണ്ടാകും. വിരിഞ്ഞ് വികസിച്ചും എങ്ങും കാറ്റാട് കളിച്ചും നറുമണം പരത്തി നിൽക്കുന്ന ഒരു പുഷ്പത്തെ നമ്മൾ കാണുമ്പോൾ ഒരു പൂമട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള യാത്രയുടെ അനന്തരഫലമാണ് നമ്മൾ ചിന്തിക്കാറില്ല. പൂമട്ട് നിൽക്കുമ്പോൾ ഉള്ളിൽ അന്ധകാരമായിരിക്കുമല്ലോ, ഉള്ളിലിരുട്ടായിരിക്കുമല്ലോ, മുട്ടായിരിക്കുമ്പോൾ ഇരുട്ടാകുമല്ലോ. ആ ഇരുട്ടിൽ നിന്ന് വിരിയല്ലേ. അതുപോലെ മനസ്സിലടിഞ്ഞുകൂടിയിരിക്കുന്ന താഴ്ന്ന വികാരങ്ങളുടെ ഇരുട്ടിൽ നിന്നും ബ്രഹ്മത്തിൻ്റെ പരിസ്ഥിതി പ്രകാശത്തിലേക്കുള്ള യാത്ര ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥ ആഘോഷമെന്ന അനുഭവം നമുക്കുണ്ടാകുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ അജ്ഞാനമാകുന്ന അന്ധകാരമാണല്ലോ. ഇപ്പം നമ്മൾ കയറിനെ പാമ്പായിട്ടും പാമ്പിനെ കയറായിട്ടുമാണ് കാണുന്നത്. രാത്രിയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഏതൊരു മുള്ളു കെട്ടിയാലും അല്ലെങ്കിൽ കയർ കെട്ടിയാലും പാമ്പെന്ന് പേടിച്ചു കൊടുന്നവരാണ്. അപ്പം ജ്ഞാനമാകുന്ന പ്രകാശം, ടോർച്ച്, ബോധമാകുന്ന ടോർച്ചിൻ്റെ മേലുണ്ടെങ്കിൽ ആ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും.